ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എടുത്താലും അതിപ്പോൾ RRB ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, കേരള PSC ആയിക്കോട്ടെ, UPSC ആയിക്കോട്ടെ, അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രധാനമായിട്ടും ഫോളോ ചെയ്യേണ്ട 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, NCERT പാഠഭാഗങ്ങൾ പഠിക്കുക എന്നുള്ളത്. 2, ആ ഏത് എക്സാമിനാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ആ എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക എന്നുള്ളത്. ഇതിൽ ഓൾറെഡി ജനറൽ അവയർനെസ്സിന് വേണ്ടി നമ്മൾ NCERT സെഷൻസ്, ഡീകോഡിംഗ് NCERT സീരീസ് എന്നുള്ള പേരിൽ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതുവരെ നിങ്ങൾ ആ സീരീസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ തന്നെ യൂട്യൂബ് ചാനലിൽ ഡീകോഡിംഗ് NCERT സീരീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള വീഡിയോസ് അവൈലബിൾ ആണ്. ആ സീരീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ NCERT ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അത് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. രണ്ടാമത് ഞാൻ പറഞ്ഞത് എന്താണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. പ്രത്യേകിച്ച് ജനറൽ അവയർനെസ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ചിലപ്പോൾ RRB കണ്ടക്ട് ചെയ്യുന്ന ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും, ALP പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1, ടെക്നീഷ്യൻ ഗ്രേഡ് 3, അതുപോലെ തന്നെ RPFൻ്റെ SI, RPFൻ്റെ കോൺസ്റ്റബിൾ, NTPC അണ്ടർ ഗ്രാജുവേറ്റ്, NTPC ഗ്രാജുവേറ്റ്, ഇനി വരാനിരിക്കുന്ന ഗ്രൂപ്പ് D എക്സാംസ്. ഇത്രയും എക്സാംസ് ആണ് പൊതുവെ RRB ഇപ്പം നോട്ടിഫിക്കേഷൻ പുറത്ത് വിട്ട് കണ്ടക്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഈ എക്സാംസിൽ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സിലബസിൽ എന്തുണ്ട്? ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. ജനറൽ അവയർനെസ് എളുപ്പമാക്കുന്നതിന് വേണ്ടി NCERT സീരീസിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന എല്ലാ എക്സാംസിനും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ നമ്മൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സീരീസ് ആയിട്ട് തരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ സ്വന്തം സ്കോർ റെയിൽവേ മലയാളം യൂട്യൂബ് ചാനലിൽ ഈ സീരീസ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ആ വീഡിയോസ് കൂടെ കണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷനെ ബൂസ്റ്റ് ചെയ്യാനും എക്സാം എളുപ്പമാക്കാനുമായിട്ട് ശ്രദ്ധിക്കുക. ബാക്കി നമുക്ക് ക്ലാസ്സിൽ കാണാം.